ഇത് പറഞ്ഞത് എൻ്റെ സുഹൃത്ത് രാഹുലാണ്. രാഹുലിന് നടന്ന ഒരു സംഭവമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. രാഹുൽ അവൻ്റെ അമ്മയുടെ അനിയത്തിയുടെ കൂടെയായിരുന്നു താമസം. 1 BHK ഫ്ലാറ്റായിരുന്നു അവരുടേത്. രാഹുലിൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു. അതുകൊണ്ട് ലീവുള്ളപ്പോഴേ വീട്ടിൽ വരും. ബാക്കിയുള്ള സമയം ദൂരെ ഡ്യൂട്ടിയിലായിരിക്കും. അവൻ്റെ ചെറിയ പെങ്ങൾ വളരെ ചെറുതാണ്. ഒരു 5-6 വയസ്സ് പ്രായം മാത്രം കാണും. അങ്ങനെ ഒരിക്കൽ രാഹുലിൻ്റെ സിസ്റ്ററിൻ്റെ പിറന്നാൾ ദിവസം വന്നു. എല്ലാവരും അത് ആഘോഷമാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. പിറന്നാൾ ദിവസം വന്നവരൊക്കെ ഒരുപാട് ഗിഫ്റ്റൊക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ അവൻ്റെ അച്ഛൻ ലീവില്ലാതിരുന്നതിനാൽ വീട്ടിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ തൻ്റെ മകളുടെ പിറന്നാളിന് വേണ്ടി ഒരു ഗിഫ്റ്റ് വീട്ടിലേക്ക് അയച്ചിരുന്നു. ഒരു ക്യൂട്ടായിട്ടുള്ള പാവക്കുട്ടിയായിരുന്നു അത് രാഹുലിൻ്റെ പെങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാവയായിരുന്നു. കാരണം അച്ഛൻ്റെ ഗിഫ്റ്റായതുകൊണ്ട് പ്രത്യേക ഒരു അടുപ്പം തന്നെ ആ പാവയോടുണ്ടായിരുന്നു. എപ്പോഴും ആ പാവയുടെ കൂടെയാണ് ഇരിപ്പും ഉറക്കവുമൊക്കെ. അങ്ങനെ പാവയോടത്തുള്ള ആ കളി നീണ്ടുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രി രാഹുൽ തൻ്റെ പെങ്ങളുടെ കൂടെ ഉറങ്ങുകയായിരുന്നു. ആ പാവ ഹാളിലായിരുന്നു വെച്ചിരുന്നത്. എന്തോ ഒരു ശബ്ദം കേട്ട് രാഹുൽ എഴുന്നേറ്റു. അതവരുടെ മുറിക്ക് പുറത്തു നിന്നായിരുന്നു ആ ശബ്ദം വന്നിരുന്നത്. രാഹുൽ കതക് തുറന്ന് പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ആ പാവക്കുട്ടിയിൽ നിന്നായിരുന്നു ശബ്ദം വരുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുതരം പാട്ടായിരുന്നു പാവയിലൂടെ വന്നത്. ആ പാവയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ബട്ടൺ ഓൺ ഓഫ് ചെയ്യാനാവുന്ന പാവയായിരുന്നു അത്. ചിലപ്പോൾ തൻ്റെ അനുജത്തി ഓഫ് ചെയ്യാൻ മറന്നതായിരിക്കുമെന്ന് കരുതി രാഹുൽ ആ പാവയുടെ സ്വിച്ച് ഓഫ് ചെയ്തു. ആ പാവ അവിടെ സോഫയിൽ വെച്ചുകൊണ്ട് തിരികെ തൻ്റെ മുറിയിലേക്ക് വന്ന് കിടന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പിന്നെയും ഇതുപോലെ രാത്രിയിൽ പാവ ഓട്ടോമാറ്റിക്കലി പാടാൻ തുടങ്ങി. രാഹുൽ നോക്കിയപ്പോൾ വീണ്ടും ആ പാവ പഴയതുപോലെ പാടുന്നു. ആ പാവയെ ഓഫ് ചെയ്ത് രാഹുൽ തിരിച്ചു വന്നുറങ്ങി. അടുത്ത ദിവസം തൻ്റെ പെങ്ങൾക്ക് താക്കീത് കൊടുത്തു. രാത്രി ഉറങ്ങുമ്പോൾ പാവ ഓഫ് ചെയ്ത് വെച്ച് വേണം ഉറങ്ങാൻ, അല്ലെങ്കിൽ നിൻ്റെ പാവ ബാറ്ററി തീർന്ന് ഉപയോഗശൂന്യമായി പോകുമെന്ന്. പക്ഷേ അവൻ്റെ അനുജത്തി അത് ഓഫ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതും ഓഫ് ചെയ്യാൻ മറന്നതാവുമെന്ന് രാഹുലും തിരിച്ചു പറഞ്ഞു. പക്ഷേ പിന്നീട് രാഹുലിന് എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. കാരണം എപ്പോഴെല്ലാം ഈ പാവ തനിയെ ഓണായി പാടുമ്പോഴും രാത്രി ഒരു 2 മണി സമയമായിരിക്കും. കറക്റ്റ് ആ സമയത്തായിരുന്നു പാവ ഓണാവുന്നത്. ഒരിക്കൽ കൂടെ അങ്ങനെ കണ്ടപ്പോൾ രാഹുൽ തൻ്റെ അമ്മയോട് കാര്യം പറഞ്ഞു. എപ്പോഴും ഈ പാവ രാത്രി ഓണായി എൻ്റെ ഉറക്ക കളയുന്നു എന്ന്. അമ്മ പറഞ്ഞു, അതിന് നീ എപ്പോഴാണ് ഓഫ് ചെയ്തത് എന്ന്. രാഹുൽ പറഞ്ഞു, ഇന്നലെ കൂടെ ആ പാവ 2 മണിക്ക് അലാറം സെറ്റ് ചെയ്ത പോലെ വീണ്ടും പാടാൻ തുടങ്ങി. പിന്നെ ഞാനാണ് ചെന്ന് ഓഫ് ചെയ്തത് എന്ന്. കൂടാതെ അവളോട് പാവ ഓഫ് ചെയ്ത് ഉറങ്ങിക്കോളാൻ പറയണമെന്നുകൂടെ രാഹുൽ അമ്മയോട് പറഞ്ഞു. ഇത് കേട്ട് അമ്മ പറഞ്ഞു, ഇന്നലെ ഞാനും കേട്ടു ആ പാവയുടെ ശബ്ദം. ഞാനാണ് ചെന്ന് ഓഫ് ചെയ്തത് ഒരു 3 മണി കഴിഞ്ഞപ്പോൾ എന്ന്. രാഹുൽ പറഞ്ഞു, ഞാൻ 2 മണിക്ക് ഓഫ് ചെയ്തതാണല്ലോ, പിന്നെ എങ്ങനെയാണ് 3 മണിക്ക് വീണ്ടും ഓണാവുക എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ ഞാൻ പറയുന്നത് കള്ളമാണെന്നാണോ നീ പറയുന്നത്? രാഹുൽ ആകെ കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ സാരമില്ല, ഒന്നുകൂടെ നോക്കാം എന്ന് തീരുമാനിച്ചു. അന്നും ഇതുപോലെ 2 മണി കഴിഞ്ഞപ്പോൾ ആ പാവ വീണ്ടും പാടാൻ തുടങ്ങി. ഈ സമയം രാഹുലും അമ്മയും എഴുന്നേറ്റു. ഒരുമിച്ച് പോയി ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് കയറാൻ നേരം പുറകിലെ സോഫയിൽ നിന്ന് വീണ്ടും ആ പാവ തനിയെ ഓണായി പാടുന്നു. ഇത് കണ്ടതും രണ്ടുപേരും പരസ്പരം നോക്കി. ഇപ്പോൾ രണ്ടുപേർക്കും അത്യാവശ്യം നല്ല പേടി തോന്നിത്തുടങ്ങിയിരിക്കുന്നു. കാരണം രാത്രി 2 മണിയാണ്. മുഴുവൻ ഇരുട്ടുമൂടിയ നിലയിൽ. പേടിച്ച് മെല്ലെ രണ്ടുപേരും വീണ്ടും ആ പാവയെ ഓഫ് ചെയ്ത് വെച്ച് റൂമിലേക്ക് വന്ന് കിടന്നു. എന്നാൽ അവർ ഉറങ്ങിയിരുന്നില്ല. ആ പാവ വീണ്ടും ഓണാവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കിടന്നു. പക്ഷേ ഒന്നും തന്നെ അന്ന് ഉണ്ടായില്ല. അടുത്ത ദിവസം രാഹുൽ ആ പാവയെ എടുത്ത് പുറത്തെവിടെയോ പോയി. ആ പാവയെ റിപ്പയർ ചെയ്യാൻ ഒരു കടയിലായിരുന്നു കൊണ്ടുപോയിരുന്നത്. അപ്പോൾ മനസ്സിലായി ഈ പാവയ്ക്ക് കുഴപ്പമുണ്ട് എന്ന്. 2-3 മണിക്കൂർ കഴിഞ്ഞാൽ താനെ ഓണാവുന്ന പ്രോബ്ലമാണെന്ന് കടക്കാരൻ രാഹുലിനോട് പറഞ്ഞു. പാവ നന്നാക്കി തിരികെ രാഹുലിന് കൊടുത്തുകൊണ്ട് കടയുടമ പറഞ്ഞു, ഇനി ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഞാൻ നന്നാക്കിയിട്ടുണ്ട് എന്ന്. അപ്പോൾ രാഹുൽ ഒന്ന് ചിരിച്ചു. താനും അമ്മയും എന്തൊക്കെയോ ഓർത്തുകൊണ്ട് പേടിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് രാഹുൽ തിരികെ വീട്ടിൽ ചെന്ന് കാര്യം അമ്മയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മക്കും ആശ്വാസമായി. പിന്നീട് കുറേ ദിവസത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല.
അങ്ങനെ ഒരു രാത്രി രാഹുൽ ദാഹം കാരണം വെള്ളം കുടിക്കാൻ വേണ്ടി റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു. ഹാളിൽ ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിച്ച് തിരികെ വരാൻ നേരം ദാണ്ടെ പിന്നെയും ആ പാവ പഴയപടി പാടിക്കരയാൻ തുടങ്ങി. അത് കണ്ടതും കുടിച്ച വെള്ളം മുഴുവൻ പുറത്തേക്ക് പോകുമെന്ന അവസ്ഥയിൽ പേടിച്ചുകൊണ്ട് രാഹുൽ നിന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മുറിയിലേക്ക് ചീർപ്പാഞ്ഞുകൊണ്ടോടി. അന്നവൻ ഉറങ്ങിയിരുന്നില്ല. തലയിലൂടെ പുതപ്പ് മൂടി കിടന്നു. ആ പാവയാണെങ്കിൽ പാട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. എങ്ങനെയൊക്കെയോ രാഹുൽ രാവിലെയാക്കി. രാവിലെ ആയപ്പോൾ അല്പം ആശ്വാസം കിട്ടിയെങ്കിലും വീണ്ടും ഇത് രാത്രി സംഭവിക്കുമോ എന്നോർത്ത് നല്ല പേടിയുണ്ടായിരുന്നു രാഹുലിന്. പെട്ടെന്നാണ് അവന് പാവകളുമായി ബന്ധപ്പെട്ട പ്രേതകാര്യങ്ങൾ ഓർമ്മ വന്നത്. ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം പ്രശസ്തമായ പ്രേതപാവയായ അനബെല്ലയെക്കുറിച്ച്. അറിയാത്തവർ ആരുമുണ്ടാവില്ല. എന്നാലും എനബെല്ലയെക്കുറിച്ച് ഞാൻ ചെറിയൊരു ഐഡിയ തരാം. ഈ പറയുന്ന എനബെല്ലെ പാവ യഥാർത്ഥത്തിലൊരു പ്രേതപാവയാണ്. അതിനെ കൂടെ വെച്ചവരും അതിനെ നോക്കി കളിയാക്കിയവരുമൊക്കെ അസ്വാഭാവികമായി മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ പാവ പ്രശസ്തരായ 2 ഡീമോണോളജിസ്റ്റായ 2 ദമ്പതികളുടെ മ്യൂസിയത്തിലാണുള്ളത്, ഒരു ചില്ലുകൂട്ടിൽ അടച്ചിട്ട നിലയിൽ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ എനബെല്ലയും കോഞ്ചറിങ്ങും സിനിമ കണ്ടാൽ മാത്രം മതി. അറിയാത്തവർക്ക് നന്നായി മനസ്സിലായിക്കൊള്ളും. അപ്പോൾ അനുഭവത്തിലേക്ക് വരാം. ഇന്നലെ നടന്ന കാര്യം രാഹുൽ അമ്മയോട് പറഞ്ഞിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അമ്മയും തിരിച്ച് രാഹുലിനോട് ചോദിച്ചു. രാഹുൽ പറഞ്ഞു, എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ല, അതവിടുന്ന് പാടട്ടെ, നമുക്ക് ഉപദ്രവമൊന്നുമില്ലല്ലോ എന്ന്. അങ്ങനെ ആ പാവയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയതും കാര്യം വീണ്ടും വഷളാവാൻ തുടങ്ങി. വീട്ടിൽ എന്തൊക്കെയോ നെഗറ്റീവ് ഫീൽ വരാൻ തുടങ്ങി. ഒരിക്കൽ രാഹുൽ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച രാഹുലിനെ അടിമുടി വിറപ്പിച്ചിരുന്നു. അവൻ്റെ പെങ്ങൾ ആരോട് എന്നില്ലാതെ ചുമ്മാ ചിരിച്ചുകൊണ്ട് സംസാരിച്ച് കളിക്കുന്നു. പക്ഷേ അവിടെ ആരും തന്നെയില്ല. എന്നാൽ പെങ്ങളുടെ പെരുമാറ്റം തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ളതുപോലെയായിരുന്നു കണ്ടിരുന്നത്. ആരോ തൻ്റെ പെങ്ങളോട് എന്തോ ചോദിക്കുന്നു, അതിന് മറുപടി കൊടുക്കുന്നു. തിരിച്ച് അവൻ്റെ പെങ്ങൾ ആരോടോ സംസാരിക്കുന്നു എന്നിങ്ങനെയൊക്കെ. പക്ഷേ അവിടെ ആരും തന്നെയില്ല. പിന്നെ പറയണ്ടല്ലോ രാഹുലിൻ്റെ അവസ്ഥയെക്കുറിച്ച്. അവൻ ഈ സംഭവം തൻ്റെ തോന്നലാണോ, താൻ മാനസികമായി രോഗിയാവുന്നോ എന്നൊക്കെ ചിന്ത വരാൻ തുടങ്ങി. അവൻ നേരെ അവൻ്റെ പെങ്ങളോട് ദേഷ്യത്തോടെ ചോദിച്ചു, എന്താ നീ ചെയ്യുന്നത്? അവൾ പറഞ്ഞു, ഞാൻ കളിക്കുകയാണ് ചേട്ടാ, കാണുന്നില്ലേ എന്ന്. അവളുടെ സ്വഭാവം കണ്ടപ്പോൾ രാഹുലിനെന്തോ കാര്യമായ കാര്യം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ഇതുവരെ ഇല്ലാത്ത സ്വഭാവങ്ങളൊക്കെ ആ പാവ വന്നതോടെ അവളിൽ കാണാനായി. അവൻ കാര്യം അമ്മയോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്ന്. അമ്മയും ഇത്തവണ കാര്യം സീരിയസ് ആയി എടുത്തു. അന്ന് തന്നെ രാഹുലിൻ്റെ അമ്മ തൻ്റെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. രാഹുലിൻ്റെ അമ്മമ്മ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നാളെ തന്നെ അവിടെ വരാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. അങ്ങനെ അവരും അത് നേരിൽ അനുഭവിച്ചു. എന്തോ പന്തികേടുണ്ടെന്ന് എല്ലാവർക്കും ഉറപ്പായി. ഈ സമയമാണ് രാഹുലിൻ്റെ അച്ഛന് ലീവ് കിട്ടിയത്. അച്ഛൻ വന്നത് കണ്ടതും എല്ലാവർക്കും നല്ല ആശ്വാസമായി. അച്ഛനോടും അവർ കാര്യം പറഞ്ഞു. അന്ന് ഗിഫ്റ്റ് കൊടുത്ത പാവ വന്നതിന് ശേഷം നടന്ന കാര്യങ്ങളും പെങ്ങളുടെ സ്വഭാവമാറ്റവും ആ പാവ ഒരു വശപ്പശകുള്ള പാവയാണെന്നുമൊക്കെ അവർ അച്ഛനോട് പറഞ്ഞു. അവൻ്റെ അച്ഛൻ പക്ഷേ അതൊന്നും സീരിയസ് ആയിട്ട് കണ്ടേയില്ലായിരുന്നു. കാരണം പുള്ളിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. എന്നാൽ എല്ലാവരും ഒരുപോലെ പറഞ്ഞപ്പോൾ അവർ കള്ളം പറയില്ല എന്ന് കരുതി അവൻ്റെ അച്ഛനും കാര്യം ഗൗരവത്തോടെ കണ്ടു. ഇനി എന്തു ചെയ്യുമെന്ന അച്ഛൻ്റെ ചോദ്യത്തിന് രാഹുലിൻ്റെ അമ്മൂമ്മ പറഞ്ഞു, അവരുടെ നാട്ടിൽ ഒരു പ്രശസ്തനായ മന്ത്രവാദി ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ കാണാം, കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരു ഓപ്ഷനും ബാക്കിയില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് അച്ഛനും സമ്മതിച്ചു. പക്ഷേ പെട്ടെന്ന് വേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞു നോക്കാമെന്ന് അച്ഛൻ കണ്ടീഷനും വെച്ചു. 1-2 ദിവസത്തേക്ക് പിന്നെ കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടായില്ല. പക്ഷേ വീണ്ടും രാഹുൽ അവൻ്റെ പെങ്ങൾ തനിയെ സംസാരിക്കുന്നത് കാണാനിടയായി. ഈ സമയം അവളുടെ സ്വഭാവം നന്നായി മാറിയിട്ടുണ്ടായിരുന്നു. രാഹുൽ മിണ്ടാതെ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. അവരും അത് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല. ആ സമയം തന്നെ അവർ എല്ലാം പാക്ക് ചെയ്ത് രാഹുലിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് എല്ലാവരും ചെന്നു. കൂടെ ആ പാവയെയും എടുത്തിരുന്നു. അവിടുന്ന് നേരെ മന്ത്രവാദിയുടെ അടുത്തേക്കായിരുന്നു അവർ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരുന്നത്. മന്ത്രവാദിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ടതും പാവയെ കൊണ്ടുതരാൻ മന്ത്രവാദി ആവശ്യപ്പെട്ടു. പാവയെ പിടിച്ചു നോക്കിയതും പാവയ്ക്കുള്ളിലെ ആ ദുരാത്മാവിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ എങ്ങനെ ഈ പാവയിൽ അങ്ങനെയൊരു ശക്തി വന്നെന്ന് യാതൊരു പിടിയും ഇല്ലായിരുന്നു. ശേഷം മന്ത്രവാദി പറഞ്ഞു,
ഈ പാവയിനി വീട്ടിലേക്ക് കൊണ്ടുപോവേണ്ട, ഇതൊരു സാധാരണ പാവയല്ല എന്ന്. ഇത് കേട്ടതും എല്ലാവരും അന്താളിച്ചു നിന്നു. കൂടുതൽ മന്ത്രവാദി ആ സമയം വിശദീകരിച്ചില്ല. പകരം അദ്ദേഹം രാഹുലിൻ്റെ അനിയത്തിയെ അടുത്ത് വിളിച്ചുകൊണ്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി ഒരു രുദ്രാക്ഷം കയ്യിൽ ധരിപ്പിച്ചു. എന്നിട്ട് മന്ത്രവാദി പറഞ്ഞു, ഈ കുട്ടിയുടെ കയ്യിലെ രുദ്രാക്ഷം ഒരിക്കലും ഊരിക്കളയാൻ പാടില്ല എന്ന്. എത്ര കാലം ഇത് കയ്യിലുണ്ടോ അത്രത്തോളം പേടിക്കേണ്ട എന്നും പറഞ്ഞു. ആ പാവയെ തൻ്റെ മന്ത്രക്കളത്തിൽ വെച്ച് അവരോട് തിരിച്ചു വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു. എന്നാൽ പാവയെ അവിടെ വെച്ച് വന്നത് രാഹുലിൻ്റെ പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പാവ പോയതിനു ശേഷം അവൾ ഓക്കെ ആയെങ്കിലും അവൾക്ക് ആ പാവയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടിയായത് കാരണം തൻ്റെ പാവയ്ക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞിരുന്നു. ആ ദേഷ്യം കാരണം പിന്നീട് ഒരിക്കൽ രാത്രി എല്ലാവരും ഉറങ്ങാൻ നേരം ആരും അറിയാതെ കയ്യിലെ രുദ്രാക്ഷം അവൻ്റെ കുഞ്ഞുപെങ്ങൾ വലിച്ചു പൊട്ടിച്ചിരുന്നു. എന്നാൽ ആർക്കും അതേപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. അവൻ്റെ പെങ്ങൾ ആ രുദ്രാക്ഷം പൊട്ടിച്ചതും രാത്രി എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കെ ഹാളിൽ നിന്ന് മന്ത്രവാദിയുടെ അടുത്ത് വെച്ചിരുന്ന ആ പാവ അവരുടെ ഹാളിൽ നിന്ന് പാടാൻ തുടങ്ങി. ഈ സമയം പാവയിലെ ശബ്ദം അല്പം ഉറക്കിയായിരുന്നു. കാരണം എല്ലാവരും അത് വ്യക്തമായി കേട്ടു. ഈ ശബ്ദം കേട്ടതും അവൻ്റെ കുഞ്ഞുപെങ്ങൾ ബെഡിൽ നിന്നും ഹാളിലേക്ക് ചാടി ഓട്ടമായിരുന്നു ആ പാവയെ എടുക്കാൻ വേണ്ടി. എന്നാൽ രാഹുലും അവൻ്റെ അച്ഛനും എല്ലാവരും കൂടി അവൻ്റെ കുഞ്ഞുപെങ്ങളെ അതിനടുത്തെത്തുന്നതിന് മുന്നേ എടുക്കാൻ അവളുടെ പുറകെ ഓട്ടമായിരുന്നു. പക്ഷേ അവരെത്തുന്നതിന് മുന്നേ അവൻ്റെ പെങ്ങൾ ഓടിച്ചെന്ന പാവയെ എടുത്തിരുന്നു. എല്ലാവരും ഒരു നിമിഷം കാഴ്ച കണ്ട് ഞെട്ടി. കാരണം മന്ത്രവാദിയുടെ കയ്യിൽ കൊടുത്ത പാവ തിരികെ വീട്ടിലെത്തിയിരിക്കുന്നു. കൂടാതെ കുഞ്ഞുപെങ്ങളുടെ കയ്യിലെ രുദ്രാക്ഷവും കാണാനില്ല. പെട്ടെന്ന് പാടുന്ന ആ പാവ തനിയെ ഓഫായി. രാഹുലിൻ്റെ പെങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പുറകോട്ടേക്ക് വലിയാൻ തുടങ്ങി. കണ്ണ് മുഴുവൻ വെള്ള നിറത്തിലേക്കാവാൻ പോകുന്ന ആ സമയം രാഹുൽ അലറിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന പാവയെ ഉള്ള ധൈര്യം സംഭരിച്ച് വെളിയിലേക്ക് ബാറ്ററി ഊരിക്കൊണ്ട് ചാടി. ആ പാവയെ കളഞ്ഞതോടെ അവൻ്റെ പെങ്ങൾ ഓക്കെയായി. എല്ലാവരും ആ അർദ്ധരാത്രി ഉറങ്ങാതെ തള്ളി നീക്കി. കാരണം എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുക എന്നറിയില്ലായിരുന്നു. പാവ പൊട്ടിയത് കണ്ട് അവൻ്റെ പെങ്ങൾ കരയുന്നുണ്ടായിരുന്നു. പക്ഷേ പുതിയ പാവ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എനിക്കത് തന്നെ മതി എന്ന വാശിയിലായിരുന്നു. എങ്ങനെയൊക്കെയോ അവൻ്റെ പെങ്ങളെ ഉറക്കി കിടത്തി. അന്ന് മറ്റാരും ഉറങ്ങിയിരുന്നില്ല. എല്ലാവരും കൊച്ചു പെങ്ങൾക്ക് കാവലായിരുന്നു. എന്നാൽ ആ പാവ നശിച്ചതോർത്ത് നേരിയ ഒരു സമാധാനവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ പാവ നശിച്ചതിന് ശേഷം ആരോടും മിണ്ടാത്ത ഒരു അവസ്ഥയിലേക്കായിരുന്നു രാഹുലിൻ്റെ പെങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആരെന്ത് ചോദിച്ചാലും പറഞ്ഞാലും അതിനൊന്നും ഒരു മറുപടിയും കൊടുത്തിരുന്നില്ല. ആരോടും മിണ്ടാതെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ അത് ദിനംപ്രതി അവളുടെ സ്വഭാവത്തിൽ മുതിർന്നവർ ചെയ്യുന്ന പോലുള്ള സ്വഭാവങ്ങൾ കാണാൻ തുടങ്ങി. പാവ പോയതിൻ്റെ അല്ല, മറിച്ച് പാവയിലെ ശക്തി തൻ്റെ മകളെ പിടികൂടിയെന്ന സത്യം അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ബെഡ്റൂമിൽ നിന്നൊരു കരച്ചിൽ എല്ലാവരും കേട്ടു. എന്തെന്നറിയാതെ എല്ലാവരും ബെഡ്റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ്റെ പെങ്ങൾ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് കരയുന്നതായിരുന്നു കണ്ടത്. ബ്ലാങ്കറ്റ് മാറ്റി നോക്കിയപ്പോൾ അവൻ്റെ പെങ്ങളുടെ മുഖം വിളറി വെളുത്ത രീതിയിൽ 2 കണ്ണുകളും കറുത്തിരുണ്ട് മാറിയിരിക്കുന്നു. കണ്ണിൽ നിന്ന് കറുത്ത ദ്രാവകം ഒലിച്ചുകൊണ്ടേയിരിക്കുന്നു. കടും ചുവപ്പോ കടും കറുപ്പോ എന്നറിയാത്ത പോലുള്ള ഒരുതരം ദ്രാവകം. ആ സമയം എല്ലാവരെയും അവൾ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയായിരുന്നു. പേടിക്കാതെ മറ്റൊരു മാർഗവും അവരുടെ മുമ്പിലുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ കാര്യമായ എന്തോ നടന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്നവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചേർത്ത് നിർത്തിയതും അവളുടെ മുത്തശ്ശിയെ അവൾ തള്ളിമാറ്റി. ആ സമയം അവളുടെ ശക്തി ഒരു 6 വയസ്സുകാരിയുടേതല്ല എന്ന് കണ്ടു നിന്നവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ അവളെ ബലമായി കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ആ പഴയ മന്ത്രവാദിയുടെ അടുക്കൽ കൊണ്ടുപോയി. ആ ചെറിയ കുട്ടിയുടെ അവസ്ഥ കണ്ടതും മന്ത്രവാദി പറഞ്ഞു, ഓ ഷീറ്റ്, ഇത് മുന്തിയ ഇനമാണ്. പഴയ പോലെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ടാവില്ല. കാരണം ഞാൻ പഠിച്ച മന്ത്രങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ശക്തി ഇപ്പോൾ ഈ ആത്മാവ് അവളിലൂടെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ പേടിക്കേണ്ട, എൻ്റെ അച്ഛനെ കൊണ്ട് ഇതിനെ തളിക്കാൻ പറ്റുമെന്നും ആ മന്ത്രവാദി പറഞ്ഞു. ഉടനെ തന്നെ കളമൊക്കെ ഒരുക്കി മന്ത്രവാദി തൻ്റെ അച്ഛൻ മന്ത്രവാദിയെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ശേഷം രാഹുലിൻ്റെ പെങ്ങളോട് കളത്തിലിരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവൾ ഇല്ല എന്ന് പറഞ്ഞത് മുതിർന്ന സ്ത്രീ ശബ്ദത്തിലായിരുന്നു. ഇത് കേട്ടതും എല്ലാവരും അടിമുടി വിറച്ചു. പിന്നീട് എല്ലാവരോടും പുറത്തേക്ക് നിൽക്കാൻ വേണ്ടി അച്ഛൻ മന്ത്രവാദി ആവശ്യപ്പെട്ടു.
അതിനുശേഷം 3 മണിക്കൂർ നീണ്ട പൂജയായിരുന്നു അകത്ത് നടന്നിരുന്നത്. ഈ 3 മണിക്കൂറിനിടെ 6 വയസ്സുകാരിയുടെ ശബ്ദം ഒരല്പം പോലും ആരും കേട്ടില്ല. കാരണം ആ 6 വയസ്സുകാരിയെ നിയന്ത്രിച്ചിരുന്നത് അവളുടെ ഉള്ളിലെ മറ്റൊരു ആത്മാവായിരുന്നു. ഒടുവിൽ ആ ഉഗ്രപൂജ കഴിഞ്ഞ് മന്ത്രവാദിയും രാഹുലിൻ്റെ കുഞ്ഞുപെങ്ങളും പുറത്തേക്ക് വന്നു. കണ്ട എല്ലാവരും ഓടിച്ചെന്ന് കാര്യം വിശദമായി ചോദിച്ചു. ആ സമയം മന്ത്രവാദി പറഞ്ഞത് കേട്ട് അവർ വീണ്ടും വെള്ളിടി വെട്ടിയ പോലെ നിന്നു. മന്ത്രവാദി പറഞ്ഞത് രാഹുലിൻ്റെ പെങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചത് ആ പാവയിലെ ആത്മാവാണ്. എന്നാൽ ആ പാവയിൽ ആത്മാവ് വെറുതെ കയറിയതല്ല, ആരോ ആവാഹിപ്പിച്ച് കയറ്റിയതാണെന്ന്. അത് ആത്മാവല്ല, ഒരു കൊടിയ പിശാചാണെന്നുകൂടെ മന്ത്രവാദി കൂട്ടിച്ചേർത്തു. കൂടാതെ ആ പിശാചിൻ്റെ ലക്ഷ്യമെന്തെന്നാൽ ആ പാവ ആരുടെ കയ്യിലാണോ ആരുടെ വീട്ടിലാണോ ഉള്ളത് അവിടെയുള്ളവരുടെ ആത്മാവ് മുഴുവൻ എടുത്തതിനു ശേഷം ഈ പിശാചിനെ ആവാഹിച്ചയാളുടെ അടുത്തെത്തി കൊണ്ടുവന്ന മുഴുവൻ ആത്മാക്കളെയും അയാളിൽ ഏൽപ്പിക്കുകയാണ് ആ പിശാചിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആർക്കുമൊന്നും മനസ്സിലായില്ല. പക്ഷേ മന്ത്രവാദിയുടെ മകൻ ചോദിച്ചു, അതുകൊണ്ട് എന്താണച്ചാ ഉദ്ദേശിക്കുന്നതെന്ന്. മന്ത്രവാദി പറഞ്ഞു, ആരാണിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷേ ഇത് ചെയ്യുന്നയാളുടെ ഉദ്ദേശം വളരെ നീചപ്രവൃത്തികൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഈ ആത്മാക്കളെ മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് കൊടൂര പിശാചാക്കി മാറ്റാനുമാണ് ഉദ്ദേശമെന്നും അച്ഛൻ മന്ത്രവാദി പറഞ്ഞു. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ മകൾ ഓക്കെയാണെന്നും പ്രശ്നമൊന്നുമില്ലെന്നും മന്ത്രവാദി പറഞ്ഞു. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണമെന്നുകൂടെ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി. ആ മുഖത്തൊരു പേടി വീണ്ടും കലർന്നു. എന്താണ് കാര്യമെന്ന് രാഹുലിൻ്റെ അച്ഛൻ മന്ത്രവാദിയോട് ചോദിച്ചപ്പോൾ മന്ത്രവാദി പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങളുടെ മകളുടെ ശരീരത്തിലെ പിശാചിപ്പോൾ അവളിലില്ല. എന്നാൽ എനിക്കതിനെ തളയ്ക്കാൻ പറ്റിയില്ല. അതിനു മുന്നേ തന്നെ അവളുടെ ശരീരം വിട്ട പിശാച് പോയിരിക്കുന്നു. ഒരുപക്ഷെ അതിനെ ആവാഹിച്ച ആളുടെ അടുത്തേക്കാവാം, എല്ലായെങ്കിൽ മറ്റൊരു ശരീരം നോക്കിയാവാം. ചിലപ്പോൾ നിങ്ങളുടെ മകളെ തേടി പിന്നീട് വന്നേക്കാമെന്നും മന്ത്രവാദി പറഞ്ഞു. നിലവിൽ എനിക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടം നിറച്ചും ഭസ്മം എടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് മന്ത്രവാദി പറഞ്ഞു, അവൾക്ക് 10 വയസ്സാവുന്നത് വരെ എന്നും രാവിലെ 6 മണിക്ക് കുളിച്ചതിനു ശേഷം തലയോട്ടിയിൽ അഥവാ നെറുകയിൽ ഭസ്മം പുരട്ടണമെന്ന്. കാരണം പോയ പിശാച് തിരിച്ചു വരാൻ സാധ്യത ഏറെയാണ്. എന്നാൽ വരില്ല എന്ന് ഉറപ്പിച്ച് പറയാനുമാവില്ല. അതുകൊണ്ടൊരു മുൻകരുതലായി ഇത് കണ്ടാൽ മതിയെന്നും അവർ പറഞ്ഞു. കൂടാതെ ഈ പറഞ്ഞത് ചെയ്യുന്നതിൽ വല്ല വീഴ്ച പറ്റിയാൽ തക്കം നോക്കി നിൽക്കുന്ന പിശാച് വീണ്ടും ശരീരത്തിൽ കയറാനിടയായാൽ പിന്നെ എന്നെക്കൊണ്ടൊന്നും ചെയ്യാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരുടെ മകളെ തിരികെ ഏൽപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് അവർ തിരികെ വീട്ടിലെത്തി. പിന്നീട് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. എന്നാൽ രാഹുലിന് മാത്രം ഇടയ്ക്കിടെ ആ പാവയുടെ ശബ്ദം കേൾക്കാമായിരുന്നു.